മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 70 കേസുകളിലായാണ് അന്വേഷണം തുടരുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലെ കോടതി വിമർശനം കോടതി ഉത്തരവ് വന്ന ശേഷം പരിശോധിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മൈക്രോ ഫിനാൻസ് കേസിൽ ആദ്യ കുറ്റപത്രം വെള്ളാപ്പള്ളിക്കെതിരെ വിശദാംശങ്ങൾ. നവമി, ഈ കേസ് കഴിഞ്ഞ 10 വർഷമായി അന്വേഷണത്തിലാണ്. ഇതുവരെയും തന്നെ അതിൻ്റെ ഒരു പുരോഗതിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനമാണ് വിജിലൻസിനെതിരെ നടത്തിയത്. നിങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്? അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ആളെ തന്നെ മാറ്റേണ്ടി വരുമോ? എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇത്ര കണ്ട സാവകാശം ആകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങൾ നിശ്ചിത സമയത്തിനകം ഹാജരാക്കണം. ഈ കേസിൻ്റെ മുഴുവൻ റിപ്പോർട്ടും കോടതിക്ക് പരിശോധിക്കണമെന്ന രീതിയിലേക്കെല്ലാം കടുത്ത പരാമർശങ്ങളിലേക്ക് പോകുന്നു. അതിനിടെയാണ് ഇന്ന് വളരെ നാടകീയമായിട്ട് പിറ്റേന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രത്തിന് അനുമതി നൽകുന്നത്, വിജിലൻസ് ഡയറക്ടർ അനുമതി നൽകുക എന്നത്. അതായത് ഇനി വരുന്ന കോടതി ജൂലൈ 9 ഈ കേസ് പരിഗണിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കോടതിയിൽ ഇത് കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കും. അതോടൊപ്പം 70 കേസുകളിലായാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിൽ 2 കേസുകൾ കൂടി ഈ നടപടികൾ, കുറ്റപത്രത്തിന് സമർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ അതിൻ്റെ അന്തിമ അനുമതിക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കൂടി വിശദാംശങ്ങളും കോടതിക്ക് മുൻപാകെ സമർപ്പിക്കും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് വയനാട് യൂണിറ്റ് സംബന്ധിച്ച കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. 15 ലക്ഷം രൂപയുടെ അവിടെ അഴിമതി ആരോപണം അവിടെ ഉണ്ടായിരുന്നു. അതിൽ 10 ലക്ഷം രൂപയുടെ അഴിമതിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് കുറ്റപത്രത്തിലടക്കം ഉൾപ്പെടുത്തുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിന് ആധാരമായ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നുമാണ് ഒരു വലിയ തുക കടമെടുക്കുന്നു. കുറഞ്ഞ പലിശയ്ക്ക് കടമെടുത്തുകൊണ്ട് SNDPയുടെ മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റ് വഴി അതുവഴിയാണ് ഈ തുക കൂടിയ പലിശക്ക്, അതിനേക്കാളും കൂടിയ പലിശക്ക് ഇവർ മറ്റുള്ളവർക്ക് നൽകുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ അഴിമതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നതാണ് പരാതിയിലടക്കം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ ഇത് എവിടെയും എത്താത്ത രീതിയിലേക്ക് പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ ഉണ്ട് എന്ന ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കാലയളവെടുക്കുമ്പോൾ അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന് സംസ്ഥാന സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ട് വളരെ അടുപ്പത്തിൽ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്കെതിരെയുള്ള അന്വേഷണം അത് മന്ദഗതിയിലാക്കുന്നുവെന്ന ആരോപണം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും സർക്കാർ മാറുന്നു. അതിനുശേഷമാണിപ്പോൾ മറ്റ് സത്വരമായ നടപടികളിലേക്ക് അടക്കം പോകുന്നത്. ഇതിൽ അഴിമതി നിരോധന നിയമവകുപ്പ് പ്രകാരം കൂടി ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂഷൻ അനുമതി കൂടി ഇതിൽ വേണ്ടിവരും. ഏതായാലും അത്തരം നടപടികളിലേക്ക് അടക്കം കടക്കുകയാണ്. 70 കേസുകളിൽ ഇനിയും കേസുകൾ അവശേഷിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. നവമി. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.